നമസ്കാരം. എല്ലാവരും സേഫായി സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് ചെയ്യുന്നത് ഒരു ബീഫ് റെസിപ്പിയാണ്. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ. ഇതിനായി നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം 2 മീഡിയം സൈസ് സവാള വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഗാർലിക് എടുത്തിരിക്കുന്നത്, വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. പിന്നെ വേണ്ടത് ഹോൾ ഗരം മസാലയാണ്. 3 വീതം ഏലക്ക, ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, 1 തക്കോലം. ഗാർണിഷിങ്ങിനായി വേണ്ടത് ചെറുതായി മുറിച്ച തേങ്ങയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ബീഫും സ്റ്റോക്കും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായി നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ വീതം, അതിനൊപ്പം തന്നെ ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ഇതിനൊപ്പം കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് വെള്ളം ചേർക്കാതെ അരച്ച് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ച് വയ്ക്കണം. സവാള ആണെങ്കിൽ ചെറുതായി മുറിച്ച് വയ്ക്കാം. ഇനി നമ്മൾ ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും ചേർത്ത് ബ്രൗൺ ആയി വരുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാല ചേർത്ത് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ച് എണ്ണ തെളിയുന്നവരെ ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് ഒരു 90% നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. നന്നായി സോഫ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ബീഫൊക്കെ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു 90%ഓളം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഈ മസാലയൊക്കെ ബീഫിലേക്ക് ഒന്ന് പൊതിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്കിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള 10% കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ബീഫ് കുക്കായി സോഫ്റ്റായി വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റോക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കുക്കായി കഴിഞ്ഞ ശേഷം പിന്നീട് സ്റ്റോക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. ചെറിയ തീയിൽ വെച്ച് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഡാർക്ക് കളർ ആവുന്നവരെ ഇതുപോലെ തന്നെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും.
ഡാർക്ക് കളറായി വരാനായിട്ട് ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റിയുമാണ്. ചപ്പാത്തിക്കും റൈസിനും അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായി സന്തോഷമായിരിക്കുക. താങ്ക് യു.